പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് കേരളത്തിലെ ക്രിസ്തീയ സാഹചര്യം നിങ്ങൾ ഒന്ന് പരിഗണിച്ചാൽ അതിലേറ്റവും ശ്രദ്ധ അർഹിക്കേണ്ട ഒരു ഡെവലപ്മെൻറ്റ്, ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ നിസ്സന്ദേഹം ഞാൻ മറുപടി പറയും. തിരുമേനിമാരുടെ അല്ലെങ്കിൽ മെത്രാന്മാരുടെ സ്വേച്ഛാധിപത്യത്തെ സംഘടിതമായി എതിർക്കുവാൻ ഐമേനികൾ കാണിക്കുന്ന ധൈര്യവും ഉത്തരവാദിത്വ ബോധവുമാണ് എന്ന് പറയും. ദീർഘനാളുകളായി സഭയുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത് പണ്ടത്തെ ഫ്യൂഡൽ വാഴ്ചകൾക്ക് സമാനമായ അല്ലെങ്കിൽ സ്വച്ഛാധിപത്യ രാജവാഴ്ചയ്ക്ക് സമാനമായ ഒരു സാഹചര്യത്തിലാണ്. തിരുവായിക്ക് എതിർവായില്ല. അവിടെ നിന്ന് നൽകുന്ന ഉത്തരവുകൾ അതുപോലെ സ്വീകരിക്കണം. അത് ഉത്തരവുകളെന്ന് പോലുമല്ല, നിയോഗങ്ങളെന്നാണ് പറയേണ്ടത്. തിരുമേനി എഴുന്നള്ളും, സിംഹാസനരൂഢനാകും, കൽപ്പനകൾ നൽകും. അത് പഞ്ചപുച്ഛമടക്കി അനുസരിക്കുക മാത്രമാണ് ക്രിസ്ത്യാനിയുടെ കടമ. അങ്ങനെ ചെയ്യാത്തവൻ നികൃഷ്ടനാണ്. അവനും അവൻ്റെ തലമുറകളും ശപിക്കപ്പെടും. അവരൊക്കെയും വെയിലത്ത് കുരുത്ത പുല്ല് പോലെ ഉണങ്ങിപ്പോകും എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി ഈ അടിമത്വ സ്വഭാവത്തിന് വളരെ ആവേശജനകമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് ഞാൻ ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ, ദൗത്യത്തിൽ നിരുപാധികമായി വിശ്വസിക്കുകയും ആശ്രയം വയ്ക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായതുകൊണ്ട് തന്നെയാണ്. യേശു പറഞ്ഞു, ഞാൻ അടിമകളെ വിടുവിക്കുവാൻ വന്നവനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ആ യേശുവിൻ്റെ പേരിൽ തികച്ചും അടിമത്വത്തിൻ്റെ ഒരു വ്യവസ്ഥിതി ഇവർ ഉണ്ടാക്കി വെച്ചു. ജനകോടികളെ അടിമകളാക്കി. നൂറ്റാണ്ടുകളായി, ഏതാണ്ട് 2 സഹസ്രാബ്ദങ്ങളായി ഇവർ തേർവാഴ്ച നടത്തി. യേശുവിനെ അപമാനിച്ചു. വിശ്വാസ ജീവിതത്തെ അധപ്പതിപ്പിച്ചു. ഇന്ന് കേരളത്തിൻ്റെ മണ്ണിൽ ക്രിസ്തുവിൻ്റെ നാമം അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് മനസ്സിലാക്കി അത് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഇനിയും ഈ പോക്ക് മുൻപോട്ട് പോകുന്നത് ഒരു വിധത്തിലും സഹിച്ചുകൂടാ എന്നും അങ്ങനെ സഹിക്കുന്നത് പാപമാണ് എന്നും ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കൊണ്ടാണ് മുൻപൊരിക്കലും ഉണ്ടാകാതിരുന്ന വിധത്തിൽ ജനം, വിശ്വാസ സമൂഹം ഈ മതമാടമ്പികളെ വളരെ ധൈര്യത്തോടും നിശ്ചയദാർഢ്യത്തോടും അവരുടെ കുതന്ത്രങ്ങളെയും അധാർമികമായ പ്രവർത്തനങ്ങളെയും രാഷ്ട്രീയമായ മാമാങ്കങ്ങളെയും ഇപ്പോൾ ചെറുത്തും പരാജയപ്പെടുത്തിയും കൊണ്ട് ഇരിക്കുന്നത് എന്ന വളരെ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ പരാമർശിക്കുന്നത്. 2 ഉദാഹരണങ്ങൾ അവതരിപ്പിക്കുന്നത് വസ്തുനിഷ്ഠമായി ചിന്തിക്കുന്നതിന് നമ്മെ സഹായിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ അവസ്ഥയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സ്ഥിതി ചെയ്യുന്ന വളരെ അപലപനീയമായ ഒരവസ്ഥ. എൻ്റെ മോഡറേറ്ററായിരുന്ന ധർമ്മരാജ രസാലം എന്ന് പറയുന്ന ഒരു അധമൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ 16 ക്രിമിനൽ കേസുണ്ടായിരുന്നു. പക്ഷേ വേണ്ടതുപോലെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ മിടുക്കനായതുകൊണ്ട് നിയമത്തിൻ്റെ കയ്യിൽ നിന്ന്, നിയമത്തിൻ്റെ പിടിയിൽപ്പെടാതെ മാറി നിൽക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന് വേണ്ടതൊക്കെ ചിലവാക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിനുള്ള സാമ്പത്തിക കൊഴുപ്പ് സഭയുടെ കെയർ ഓഫിൽ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 67-ാമത്തെ വയസ്സിൽ പോലും സ്ഥാനം ഒഴിയാൻ മനസ്സില്ലാതെ കൃത്രിമമായ രീതിയിൽ സിനഡിൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും തൻ്റെ കാലാവധി, തൻ്റെ സേവനം 70 വയസ്സ് വരെ കൃത്രിമമായി വെറും പച്ചക്കള്ളമായി വഞ്ചനയായി ഉയർത്തുകയും ചെയ്തത്
അൽമായ സംഘടനകൾ ചെറുത്ത് അത് കേസായി അവസാനം മദ്രാസ് ഹൈക്കോടതി അത് മുഴുവനും അസാധുവാക്കി. മാത്രവുമല്ല 2 ജോലിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിമാരെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സായിട്ട് നിയമിച്ചു. അവരാണ് ഇപ്പോൾ സഭയുടെ കാര്യങ്ങൾ നടത്തുന്നത്. അവർ ഈ അടുത്ത കാലത്ത് ചെയ്ത അല്ലെങ്കിൽ ഈ 2-3 ദിവസത്തിന് മുൻപ് എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തെന്ന് ഈ അൽമായ മുന്നേറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച സുഗു കെ ജേക്കബ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതോടുകൂടെ ഇതിൻ്റെ വ്യക്തത നമുക്ക് ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. നാം എല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ദക്ഷിണ കേരള മഹായിടവകയുടെ അഴിമതിക്കും അനീതിക്കും എതിരായിട്ടുള്ള പോരാട്ടത്തിന് സമാപ്തി കുറിക്കുകയാണ്. ഇന്ന് വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ സെനറ്റിലെ റിട്ടയർഡ് ജഡ്ജിമാരായ റിസീവർമാർ രേഖപ്പെടുത്തിയുണ്ടായി. ഈ തീരുമാനപ്രകാരം ദക്ഷിണ കേരള മഹായിടവകയിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ ടി പ്രവീണിനെ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനും അതോടൊപ്പം ബിഷപ്പ് ധർമ്മരാജ റസാലത്തിനെ LMS കോമ്പൗണ്ടിൽ നിന്ന് മാറ്റുന്നതിനും വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ടായി. അതുകൂടാതെ റിട്ടയർഡായ ജഡ്ജിനെ ദക്ഷിണ കേരള മഹായിടവകയുടെ ഇലക്ഷൻ നടത്തുന്നതിനും റിസീവറായിട്ടും ചുമതലപ്പെടുത്താനും ഇന്നത്തെ സെനറ്റ് ജഡ്ജിമാരുടെ യോഗത്തിൽ തീരുമാനമെടുക്കുകയുണ്ടായി. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് നിലവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ പിണിയാളായി പ്രവർത്തിച്ചിരുന്ന റവറൻ ഫ്രാൻസിസ് ബിഷപ്പിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനും അതോടൊപ്പം മലബാർ ഡയസിൻ്റെ ബിഷപ്പായ ആദരണീയനായ റോയ്സ് ജോർജ് മനോജ് ബിഷപ്പിനെ തലസ്ഥാനത്തേക്ക് നിയമിക്കുന്നതിനും തീരുമാനമെടുത്തിരിക്കുന്നു. വളരെ ഞാൻ ഈ വീഡിയോ കൂടുതലായി പ്ലേ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏതാനും ചില വിശുദ്ധ വസ്ത്രമിട്ട ഗുണ്ടാകൾ ഒരു സഭയുടെ ആധിപത്യം പിടിച്ചെടുക്കുകയും ആ സഭയുടെ ഔദ്യോഗിക ജീവിതത്തെ മുഴുവനും അനീതി കൊണ്ടും അക്രമം കൊണ്ടും നിറയ്ക്കുകയും ഒരു വിശ്വാസ സമൂഹത്തെ ആകമാനം ശ്വാസം മുട്ടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ അവർക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വന്നു. നാം മനസ്സിലാക്കണം, ഈ ഒരു പ്രസ്ഥാനത്തിൽ വളരെ സാഹസികതയോടെ പ്രവർത്തിച്ച എല്ലാ വിശ്വാസികളോടുമുള്ള എൻ്റെ വാത്സല്യവും ബഹുമാനവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇനിയും അതുപോലെ തന്നെ ഇത് CSI സഭയാണെങ്കിൽ അതിൽ നിന്ന് ഒട്ടും മോശമല്ലാത്ത കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായ സീറോ മലബാർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു സമരം, ഒരു വലിയ സംരംഭം, അതായത് ഈ മതമേലധ്യക്ഷന്മാരുടെ ഗുണ്ടാഗർദി ചെറുത്ത് ജനങ്ങളുടെ ആത്മീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അൽമായ മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ പ്രവർത്തിക്കുന്ന ഷൈജു ആൻ്റണിയുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക. മനുഷ്യർ അനുഭവിക്കുന്ന ഭാരവും പ്രയാസവും ഈ ആത്മീയ നേതൃത്വത്തിൽ മൂലം അവർ സഹിക്കേണ്ടി വരുന്ന അപമാനവും ബുദ്ധിമുട്ടും എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ട ഒരാവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സോടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഷൈജു ആൻ്റണിയുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ വൈദികരുടെ ഒരു പ്രസ്ബിറ്റേറിയം ഉണ്ടായിരുന്നു. ആ പ്രസ്ബിറ്റേറിയത്തിനകത്ത് തട്ടിൽ മെത്രാൻ ബോസ്കോ മെത്രാന് കൊടുത്ത ഒരു കത്ത് എന്ന നിലയിൽ ഒരു കത്ത് വായിക്കുകയുണ്ടായി. അപ്പൊ ആ കത്തിനകത്ത് പറയുന്നത് ഇവര് ജനാഭിമുഖ കുർബാന, അൽത്താരാഭിമുഖ കുർബാന എന്ന തീരുമാനം അനുസരിച്ചില്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മതകോടതികൾ സ്ഥാപിച്ച്, ട്രിബ്യൂണൽ സ്ഥാപിച്ച് വൈദികരെ വിചാരണ ചെയ്ത് പുറത്താക്കേണ്ടി വരും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. വൈദികരാണെങ്കിൽ അത് കേട്ടപാടെ അങ്ങനെയാണെങ്കിൽ ഇനി പ്രസ്ബിറ്റേറിയത്തിൽ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ കോടതി സ്ഥാപിച്ചങ്ങ് വിചാരണ ചെയ്ത് വന്നു
ഞങ്ങളെയൊക്കെ അങ്ങ് തൂക്കിക്കൊന്നു, ഇനി ചർച്ചകൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്ന മട്ടിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാര്യങ്ങൾ നീങ്ങി. എല്ലാ ചർച്ചകളും അവിടെ വെച്ച് അവസാനിച്ചു എന്നാണ് നമ്മൾക്ക് കിട്ടിയ വിവരം. മനസ്സിലായി? അങ്ങനെ അദ്ദേഹം മത കോടതി സ്ഥാപിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 400ഓളം വരുന്ന വൈദികരെ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ ആ തീരുമാനത്തെ എങ്ങനെ നേരിടണമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കറിയാം, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് നേരിടേണ്ടതെന്നറിയാം. അപ്പോൾ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസിസിൽ കഴിഞ്ഞ കാലങ്ങളിലായി മുറ്റി നിന്ന സംഘർഷത്തിൻ്റെ ഒരു ചെറിയ അംശമാണ് ഇവിടെ പ്രതിപാദിക്കപ്പെടുന്നത്. മെത്രാന്മാർ അവരുടെ അധികാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ജനങ്ങളോട് സഹകരിക്കുന്ന വൈദികരെ പാഠം പഠിപ്പിക്കുന്നതിന് കോടതി സ്ഥാപിക്കുകയും അവരെ വിചാരണ ചെയ്ത് അവർക്കെതിരെ ശിക്ഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു എന്ന സാഹചര്യമാണിവിടെ. ഈ പ്രശ്നം എന്താണ്? പ്രശ്നം ഒന്ന് മാത്രമാണ്. കുർബാന കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാട്ട് തിരിയണമോ? ഇതിനെപ്പറ്റി ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കം ഞാൻ ആവർത്തിക്കുന്നില്ല. ഇത്രമാത്രം അപഹാസ്യമായ ഒരു കോൺട്രവേഴ്സി നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല. യേശു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ ആത്മീയ അനുഭവവും എവർ നടത്തുന്ന ഈ മാമാങ്കവും തമ്മിൽ പുലബന്ധം പോലുമില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ഈ വിഷയം അങ്ങ് ഒതുക്കുകയാണ്. എനിക്ക് പ്രിയമുള്ളവരെ ഏവരോടും പറയാനുള്ളത്, അധർമ്മത്തെ ചെറുക്കുക എന്നത് നമ്മുടെ ആത്മീയമായ ധർമ്മമാണ്. ഇതെടുത്തു പറയേണ്ട ആവശ്യം നമ്മെ ചെറുപ്പം മുതലേ പഠിപ്പിച്ചിരിക്കുന്നത് നേരെ മറിച്ചാണ്. നമ്മുടെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് മെത്രാന്മാർ, ഏത് അധർമ്മം ചെയ്താലും നാം അവരോട് പറ്റി നിൽക്കണമെന്നും അവയൊക്കെയും ന്യായീകരിക്കണമെന്നും അവരുടെ അനുഗ്രഹത്തിൻ്റെ പിൻബലം കൊണ്ട് മാത്രമാണ് നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ സാധിക്കുന്നതെന്നും ദൈവമില്ലെങ്കിലും അവരുടെ കൈമുത്തിയാലെല്ലാം നടക്കുമെന്നുമുള്ള വളരെ അപകടകരമായ, മനുഷ്യനെ അപമാനിക്കുന്ന ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്. ഇത് വേരോടെ പറിച്ച് എറിഞ്ഞു കളയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ യേശുവിനെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യം യേശു ഈ പ്രതിരോധത്തിൻ്റെ ആത്മീയത അതിൻ്റെ അതിമാഹാത്മ്യതയിൽ തെളിയിച്ചു എന്നുള്ളതാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇതിനെപ്പറ്റി വേണ്ടതുപോലെ ഒരു തിരിച്ചറിയുമില്ല. നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന യേശു ഒരു ഭക്തിയുടെ, അതായത് സഭ പറയുന്ന ഭക്തിയുടെ ഏതാണ്ട് ഉച്ചകോടിയിൽ നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ്. നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടോ? നിങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ അത് വെച്ചൊന്ന് നിങ്ങൾ ചിന്തിച്ചുകൂടെ? അങ്ങനെയുള്ള മതഭക്തി കൊണ്ട് യേശു നിന്നിരുന്നുവെങ്കിൽ യേശുവിനെ ക്രൂശീകരിച്ച് ഇല്ലാതാക്കേണ്ട ആവശ്യം അന്നത്തെ മത നേതാക്കന്മാർക്ക് ഉണ്ടാകുമായിരുന്നു. യേശു മത നേതൃത്വങ്ങൾക്ക് സഹിക്കാനാവാത്ത തലവേദനയായിട്ടാണ് അവനെ കൊല്ലേണ്ടി വന്നത്, അവനെ കൊന്നത്. എന്തുകൊണ്ടാണ് യേശു തലവേദനയായത്? ഇന്നുള്ളതുപോലെ അന്നും മതനേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളെ ചൂഷണം ചെയ്യുകയും അതിൽ നിന്ന് പ്രാപിക്കാവുന്ന ഭൗതികമായ അനുഭൂതിയും ആനുകൂല്യവും പ്രാബല്യവും മാടമ്പിത്തരവും വളരെയധികം ആസ്വാദ്യകരമായിരുന്നു. അതുകൊണ്ട് ആത്മീകമായ അവരുടെ കണ്ണ് അടഞ്ഞുപോയി. ദൈവമില്ല എന്ന വിധത്തിൽ അവർ പ്രവർത്തിച്ചു തുടങ്ങി. ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവരുടെ മിടുക്കായി അവരുടെ കലാപരിപാടിയായി മാറി. അന്ധവിശ്വാസം കൊണ്ട് ജനങ്ങളെ അവർ കണ്ണുകെട്ടുകയും ചൂഷണം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ധർമ്മരോഷം യേശു പ്രകടിപ്പിക്കുന്നത് ക്രോഡീകരിച്ചുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം ആകമാനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സമയത്തൊന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. നിങ്ങൾ ദയവായി ആ ഭാഗം വായിക്കണം. ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ടത്, ലോകത്തിലുള്ള എല്ലാം സഹിച്ച യേശു പാപിമാരെയും ചുങ്കക്കാരെയും വിധവമാരെയും യാതൊരു അറപ്പുമില്ലാതെ സ്വീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചെയ്ത യേശു
അന്നത്തെ പുരോഹിത വർഗത്തെ ഭാഷയുടെ മൂർച്ച എത്രമാത്രം കൂട്ടാമോ അത്രയും കൂട്ടി അപലപിച്ചു എന്ന് നമുക്കറിയാം. വെള്ള തേച്ച ശവക്കല്ലറകളെ എന്ന് അന്നത്തെ പുരോഹിത വർഗത്തെ വിളിക്കണമെങ്കിൽ യേശുവിൻ്റെ മനസ്സിൽ ഈ ഒരു തട്ടത്തിലുള്ള ആളുകളെ പറ്റിയുള്ള വെറുപ്പ്, വിദ്വേഷം, ധർമ്മരോഷം എത്ര കഠിനമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് അത് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഇപ്പം നിങ്ങളുടെ പറമ്പിൽ ജോലി ചെയ്യുന്നതിന് ഒരു വേലക്കാരനെ നിയോഗിച്ചു. അവൻ പണിതു, പക്ഷേ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവന് വലിയ പണിയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വൈകുന്നേരം വരെ അവനെ നിർത്തിയിട്ട് നിൻ്റെ ജോലി ചെയ്ത കൂലി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടും. അവനെ വഴക്ക് പറയുകയോ അവനെ വിമർശിക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ അതേസമയം തന്നെ നിങ്ങൾക്കൊരു രോഗം വന്നു, നിങ്ങളൊരു ഡോക്ടറുടെ അടുത്ത് പോയി, അതിൻ്റെ ഫലമായി ഇപ്പോൾ കണ്ണിൻ്റെ രോഗമാണ്, കണ്ണ് പൊട്ടിപ്പോയി. അങ്ങനെ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചപ്പോൾ മനസ്സിലായി അയാൾ വ്യാജ ഡോക്ടറാണെന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തീ കത്തും, ഇല്ലേ? കാരണം എന്താണ്? ഓരോരുത്തരും ഏത് ചുമതല ഏറ്റെടുത്തിരിക്കുന്നു, ഏത് ജോലി ചെയ്യുന്നു, ഏത് സേവനം നിർവഹിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ തസ്തികയിലുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെ നാം കാണുകയും വിമർശിക്കുകയും അല്ലെങ്കിൽ ചെറുക്കുകയും ചെയ്യേണ്ടത്. ഒരു വ്യാജ ഡോക്ടറെ തടയുക എന്നത് സ്നേഹികളായ എല്ലാവരുടെയും കടമയാണ്. അല്ലെങ്കിൽ ഒരാൾ ഓടി നടന്ന് ഒരു പട്ടണത്തിലുള്ള ജലസംഭരണിയിൽ മുഴുവനും വിഷം കലർത്തുന്നു, വാട്ടർ റിസർവോയർ. അപ്പോൾ ആ പട്ടണത്തിലുള്ള എല്ലാവർക്കും കിട്ടുന്നത് വിഷം നിറഞ്ഞ വെള്ളമാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടാൽ ആ മാന്യദേഹത്തെ സഹിക്കണമോ, അദ്ദേഹത്തോട് സഹിഷ്ണുത കാണിക്കണമോ, അതോ കഠിനമായ നിലപാടെടുക്കണമോ? അതേസമയം ഒരുത്തൻ അവൻ്റെ കിണറ്റിൽ ഈ വിഷം ചേർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നിങ്ങൾക്കറിയാം. അവനെയും ഉപദേശിക്കേണ്ട കടമയുണ്ട്. പക്ഷേ അവനെതിരെ നിയമപരമായ നടപടിയെടുക്കേണ്ട ചുമതലയൊന്നും നിങ്ങൾക്കില്ല. ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ അങ്ങനെയില്ല. അതേസമയം ഒരു 10 ലക്ഷം ആളുകളുടെ ആരോഗ്യത്തെയും ജീവനെയും അപകടത്തിലാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി അവർ കുടിക്കേണ്ട വെള്ളത്തിൻ്റെ സംഭരണിയിൽ വിഷം കലർത്തി അതിൽ സന്തോഷിക്കുന്നൊരു വ്യക്തിയെ കണ്ടാൽ അവനെ ചെറുക്കുക നമ്മുടെ കടമയാണ്. അവിടെ ഒരു ഓപ്ഷനില്ല. അപ്രകാരമുള്ള ഒരു വെളിച്ചത്തിലാണ്, ഒരു കാഴ്ചപ്പാടിലാണ് ഈ സഭാ നേതൃത്വത്തെ നാം കാണേണ്ടത്. ദുഃഖകരമെന്ന് പറയട്ടെ, ഈ മെത്രാന്മാർ, ഈ പുരോഹിതന്മാർ അവർ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നില്ല. അവർ ഏറ്റെടുത്തിരിക്കുന്ന ചുമതലകളുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ അവർ കൂട്ടാക്കുന്നില്ല. ദൈവികമായ ചുമതല എന്താണെന്നും അതിന് കൽപ്പിക്കേണ്ട പ്രാധാന്യവും ഗാംഭീര്യവും എത്ര വലിപ്പമുള്ളതാണ് എന്ന് അവർക്ക് അല്പം പോലും ബോധ്യമില്ല. കസേരയിൽ കയറി ഇരുന്നാൽ പിന്നെ മാമോൻ മാത്രമേ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. അങ്ങനെയുള്ളവർ അവർക്ക് മാത്രമല്ല, അനേകം 1000 10,000 കണക്കിന് ആളുകൾക്ക് അപകടമാണ്. അവർ വരുത്തി വയ്ക്കുന്ന അപകടം ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ വെള്ളത്തിൽ വിഷം കലർത്തുന്നതിനേക്കാൾ അപകടമാണ്. കാരണം വെള്ളത്തിൽ വിഷം കലർത്തിയാൽ നമ്മുടെ ഭൗതികമായ ജീവൻ അസ്തമിക്കും. എന്നാൽ ഇവർ കലർത്തുന്ന വിഷം കൊണ്ട് നിങ്ങളുടെ നിത്യജീവൻ നശിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾ തികച്ചും മതകാടന്മാരെ പോലെ, കാട്ടുകള്ളന്മാരെ പോലെ പ്രവർത്തിക്കുമ്പോൾ, മൃഗങ്ങളെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അവർ പ്രവർത്തിക്കുകയും നിലപാടുകളെടുക്കുകയും ചെയ്യുമ്പോൾ, യാതൊരു മനസാക്ഷിയുമില്ലാതെ, നാണമില്ലാതെ, ലജ്ജയില്ലാതെ പ്രവർത്തിക്കുമ്പോൾ, അങ്ങനെയുള്ളവരെ സഹിച്ചുകൂടാ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് വ്യക്തികളോടുള്ള കോപം കൊണ്ടോ അല്ലെങ്കിൽ പലരും പറയുന്നത് കൊണ്ട് എനിക്കേതുകൊണ്ടോ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തതിൻ്റെ കുണ്ഠിതം കൊണ്ടോ ആണ് എന്ന് പറഞ്ഞ് തടി തപ്പാൻ ശ്രമിക്കാം. എനിക്ക് ആരുടെ കയ്യിൽ നിന്നും സ്ഥാനമാനങ്ങൾ ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നെപ്പറ്റി വിദൂരമായ ബോധ്യമുള്ളവർക്കറിയാം.
ആരുടെ കയ്യിൽ നിന്നും ആനുകൂല്യത്തിൽ ഒരു സ്ഥാനമാനം പ്രാപിക്കേണ്ട ഗതികേട് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, നാം ഇപ്രകാരമുള്ള ഭീകരമായ അധാർമികമായ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മുടെ സൗകര്യം മാത്രം നോക്കിയാൽ നമ്മളെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാനെന്തിനാ അതിനു വേണ്ടി മെനക്കെടുന്നത് എന്ന വിധത്തിൽ നാം മാറി നിന്നാൽ നാം കാരമില്ലാത്ത ഉപ്പായി തീരുകയും, യേശു പറയുന്നു അങ്ങനെയുള്ള ഉപ്പ വെളിയിൽ എറിഞ്ഞ് കളഞ്ഞ് മറ്റുള്ളവർ വന്ന് ചവിട്ടി മെതിക്കാൻ മാത്രമേ അതിന് യോഗ്യതയുള്ളൂ. അത്രമാത്രം ശക്തിയേറിയ ഭാഷയിലാണ് അങ്ങനെയുള്ള നിലപാടിനെ യേശു അപലപിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്രകാരമുള്ള മാതൃകയല്ല യേശു നമുക്ക് നൽകിയത്. യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുകയും അധർമ്മത്തോട് സന്ധിയില്ലാതെ പ്രതികരിക്കുകയും ചെയ്യുക, അത് നമ്മുടെ ചുമതലയാണ്. നിങ്ങൾ യേശുവിൻ്റെ മാതൃക ഒന്ന് ശ്രദ്ധ വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമെങ്കിൽ അവൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ നിലവിലിരുന്ന ദുഷിച്ച അധപ്പതിച്ച അന്ധകാരമയമായ സംവിധാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പാരമ്പര്യങ്ങളോടും നിർദ്ദേശങ്ങളോടും യേശു അസഹിഷ്ണുത കാണിച്ചിട്ടുണ്ട്. അവസാനം യെരൂശലേം ദേവാലയം, യഹൂദൻ്റെ അഭിമാനമായിരുന്ന അഹങ്കാരമായിരുന്ന യെരൂശലേം ദേവാലയം ശുദ്ധീകരിച്ചു. അവിടെ ആളുകളെ കളിപ്പിച്ചും വഞ്ചിച്ചും കൊള്ളലാഭമുണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകളുടെ തട്ടം മറിച്ചിട്ടു, ചാട്ടവാറുകൊണ്ട് അവരെ അടിച്ചു വെളിയിൽ കളഞ്ഞു. അങ്ങനെ ഒരു യേശുവിനെ നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു ധർമ്മരോഷം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു ചുമതലബോധം വേണം. നമുക്ക് ധർമ്മരോഷം ഉണ്ടാകുന്നത് നമ്മുടെ തൊലി പോറുമ്പോൾ മാത്രമാണ്. ഒരു സഭ അധപ്പതിക്കുന്നതിലോ ഒരു സമൂഹം ത്തിൻ്റെ വിളക്കണഞ്ഞു പോകുന്നതിലോ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. സാരമില്ല, അതുകൊണ്ട് തന്നെ. എന്നാൽ നമുക്ക് കാലണയുടെ നഷ്ടം വരുമ്പോൾ അപ്പോൾ കാണാം നമ്മുടെ രോഷം എന്താണ്, ധർമ്മരോഷം എന്താണ്. ഇത് നമ്മുടെ ആത്മീയ പാപ്പരത്വത്തെ മാത്രം വിളിച്ചറിയിക്കുന്നുവെന്നാണ് എനിക്ക് പറയുന്നത്. ഏതായാലും കേരളത്തിൻ്റെ മണ്ണിൽ ഒരു ആത്മീയമായ ഉണർവുണ്ടായിരിക്കുന്നു. അത് നാം പണ്ട് കണ്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രത്തിൻ്റെ ഉണർവല്ല, പിന്നെയോ കാര്യമാത്ര പ്രസക്തമായ നിലപാടുകളെടുത്ത് മതനേതൃത്വം കാണിക്കുന്ന അധർമ്മവും മനുഷ്യത്വരാഹിത്വമായ പ്രവർത്തനങ്ങളെ താത്വികവും പ്രാവർത്തികവുമായി എതിർത്ത് അങ്ങനെയുള്ള അന്ധകാരത്തിൽ നിന്ന്, അപമാനത്തിൽ നിന്ന് ഒരു വിശ്വാസ സമൂഹം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നിർബന്ധ ബുദ്ധിയിൽ പൊതുരംഗത്ത് നിശ്ചയദാർഢ്യത്തോടെ നിലപാടെടുക്കുന്ന ഏവരെയും എൻ്റെ ബഹുമാനവും സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട്, അത് അവരിൽ നിന്ന് കേരളത്തിലെ എല്ലാ വിശ്വാസിയിലേക്കും പടരട്ടെ, 1000 ദീപങ്ങൾ ജ്വലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.